ഹായ് ഹലോ. അപ്പോൾ ഇന്നിതാ കുറേ ദിവസത്തിന് ശേഷം നല്ല അടിപൊളിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല പഴുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും നല്ല അടിപൊളിയൊരു സ്പൈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ പഴംപൊരിയൊക്കെ തിന്ന് മടുക്കുന്ന സമയത്ത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാക്കി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ പോകാം. അപ്പം നമുക്കിതാ ഒരു പാത്രത്തിലേക്ക് ഒരു പച്ചമുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കാം. അതിന് കൂടെ തന്നെ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് എരിവൊക്കെയുള്ള നമ്മൾ സാധാരണ മുളക് പൊടി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ മതിയാവും. കാശ്മീരി ചില്ലി ആണെങ്കിൽ മാത്രം അര ടീസ്പൂൺ ചേർത്താൽ മതി കേട്ടോ. അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞളും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആവശ്യത്തിനുള്ള പൊടി ചേർത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പൊടി എടുക്കാം കേട്ടോ. മൈദക്ക് പകരമായിട്ട് ഗോതമ്പൊടി എടുത്താലും മതി. ഞാനിപ്പം മൈദ ആട്ടോ എടുത്തിട്ടുള്ളത്. അതൊരു 1/4 കപ്പിന് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേ അളവിൽ തന്നെ നമുക്ക് ചേർക്കേണ്ടത് റവയാണ്. 1/4 കപ്പ് മൈദക്ക് 1/4 കപ്പ് റവ. അത് ആ ഒരു രീതിക്ക് തന്നെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതാ മൈദ ചേർത്തിട്ട് നമ്മളിതാ ഇതിലേക്ക് റവയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. നമ്മളിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നില്ല, റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നൊന്നുമില്ല. ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളം നമ്മൾ ചേർക്കുന്നത് വെച്ചാൽ നമ്മൾ എടുത്തിട്ടുള്ള പൊടിയുടെ അളവനുസരിച്ചിട്ടാണ്. നമ്മളിപ്പോൾ 1/2 കപ്പ് അല്ല ടോട്ടൽ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. 1/4 കപ്പ് റവയും 1/4 കപ്പ് നമ്മൾ മൈദയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിന് കണക്കായിട്ട് നമ്മളിത് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ ചെയ്യുന്നത്. നല്ല രീതിക്ക് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇത് ആദ്യം കാണുമ്പോൾ നമുക്ക് കുറച്ച് ലൂസായിട്ടൊക്കെ തോന്നും, പക്ഷേ അതൊന്ന് റെഡി ആയിട്ട് വരും കേട്ടോ. നമ്മളിനി പഴമൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കുന്ന ആ ഒരു ടൈം കൊണ്ട് തന്നെ ഇത് ഒന്നുകൂടി ഒന്ന് ടൈറ്റായിട്ട് കിട്ടിക്കോളും. അപ്പം നമ്മൾ മാവ് ഏകദേശം ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിനൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്കിതാ ഒരു പഴം എടുക്കാം കേട്ടോ. ഒന്നോ രണ്ടോ നമുക്ക് ഈ ഒരു മാവ് വെച്ചിട്ട് ചെയ്തിട്ടെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊരു പഴം എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഏത് മോഡൽ വേണമെങ്കിലും കട്ട് ചെയ്തിട്ടെടുക്കാം. സാധാരണ നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിക്ക് ചെയ്യാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെയൊക്കെ പഴം വാട്ടിയെടുക്കുന്നൊരു മോഡലുണ്ടല്ലോ, അപ്പോൾ ഞാൻ ആ ഒരു രീതിക്കാണ് കട്ട് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ ചെരിച്ചൊന്ന് കട്ട് ചെയ്തിട്ടെടുത്താൽ മതി. കാണാനും നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളിതാ സിമ്പിളായിട്ട് ഇതുപോലെ ഇങ്ങനെ റെഡി ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ 2 പഴമൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു മാവിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്യാവശ്യം നല്ല പഴുത്ത പഴം തന്നെ എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. ചെറിയൊരു മധുരവും ആ ഒരു ഉപ്പും എരിവൊക്കെ ആകുമ്പോൾ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാകാൻ. അപ്പോൾ നമ്മളിതാ പഴമൊക്കെ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ പഴമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ മാവൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവിത ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരുപാടായിട്ടില്ല, എന്നാലും കുറച്ച് നമ്മൾ ആ ഒരു ലൂസായ ആ ഒരു ഇതിൽ നിന്ന് കുറച്ചുകൂടി ഒന്ന് ടൈറ്റായിട്ട് നമുക്ക് പാകത്തിന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് സമയമൊന്നും വെക്കണ്ട. നമ്മൾ ആ ഒരു പഴമൊക്കെ എടുത്ത് കട്ട് ചെയ്യുന്ന ആ ഒരു സമയം മാത്രം മതിയാവട്ടെ. അപ്പോൾ സമയം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പീസ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൊട്ട് ചെയ്തെടുത്തിട്ട് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് അങ്ങ് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതിയേ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുക്കണം. നന്നായിട്ട് എണ്ണ ചൂടാക്കി എടുത്താലാണ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ട് ഇത് മാവൊന്നും ആയിപ്പോവാതെ നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്ന സമയത്ത് നമ്മളിത് ഓരോ പീസായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സൈഡ് ഭാഗം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് കളറൊക്കെ മാറി ഒന്ന് ഫ്രൈ ആയിട്ട് മുരിഞ്ഞ് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. കളറൊക്കെ ഒന്ന് മാറി ആ ഒരു ഭാഗം ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു സൈഡ് ഭാഗം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് നല്ല കളറൊക്കെ ഒന്ന് മാറി നല്ല ക്രിസ്പി ആയിട്ട് നല്ല കറുമുറാന്നുണ്ടാവേ. ഉൾഭാഗം നല്ല മധുരവും ഉണ്ടാവും, പുറം ഭാഗത്ത് ഈ ഒരു എരിവ് നമ്മൾ പച്ചമുളകിൻ്റെയും ആ ഒരു മുളക് പൊടിൻ്റെയൊക്കെ ആയിട്ടുള്ള എരിവൊക്കെ ഉണ്ടാവും. നല്ല ടേസ്റ്റ് ആട്ടോ, ആ ഒരു മല്ലിച്ചപ്പിൻ്റെ ഒക്കെ ടേസ്റ്റായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിതായി ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ട് 2 സൈഡും മുരിഞ്ഞ് നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ പെട്ടെന്നൊക്കെ ഒരു ഗസ്റ്റ് വീട്ടിൽ വന്നാൽ നമുക്ക് ഈ പഴംപൊരിയൊക്കെ എന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കണം തോന്നുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ളതും നല്ല ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന റെസിപ്പി ആട്ടോ ഇത്.
നല്ല ടേസ്റ്റാണ്. നല്ല കറുമുറാന്നുണ്ടാവും കേട്ടോ കഴിക്കുന്ന സമയത്ത്. ഉൾഭാഗം നല്ല സോഫ്റ്റും നല്ല മധുരവും ഉണ്ടാവും. പുറം ഭാഗം കുറച്ച് എരിവും നല്ല ക്രിസ്പിയായിട്ടാട്ടോ ഉണ്ടാകാൻ. അപ്പോൾ നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ഉണ്ടാക്കിയിട്ടെടുക്കാം കേട്ടോ. അപ്പം നല്ല സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു പലഹാരം റെഡി ആയിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം ചായയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലൊന്നും ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര കഴിച്ചു പോകുന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാവില്ല കേട്ടോ. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടും നല്ല ക്രിസ്പി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിക്കണേ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.